എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സങ്കീർണമായ ഒരു വിഷയമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. മൃഗത്തിന്റെ മുദ്ര, അതായത് 666 എപ്പോഴാണ് നടപ്പിലാക്കപ്പെടുന്നത്? ഒരു പ്രവചന ഗ്രന്ഥം ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നമുക്ക് വിശദമായി നോക്കാം. അപ്പോ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാമല്ലേ? ഈ ഉറവിടം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. ഉത്തരം വളരെ കൃത്യമാണ്. വെളിപാട് പുസ്തകമനുസരിച്ച് ഈ മുദ്ര നടപ്പിലാക്കുന്ന കാലഘട്ടമെന്ന് പറയുന്നത് കൃത്യം 42 മാസമാണ്. ഒരു ദിവസം കൂടുതലുമില്ല, കുറവുമില്ല. ഈ 42 മാസത്തെ വെറുമൊരു കാലയളവായിട്ടല്ല വിശേഷിപ്പിക്കുന്നത്. ഇതിനൊരു പ്രത്യേക പേരുണ്ട്: അവസാന ആഴ്ചയുടെ ആദ്യ പകുതി. ഓർത്തുവെക്കേണ്ട ഒരു പേരാണിത്. കാരണം ഈ സമയത്താണ് നാശത്തിന്റെ പുത്രൻ എന്നു പറയുന്ന ആൾ ഭരിക്കുന്നതും ഈ മുദ്ര നടപ്പിലാക്കുന്നതും. ശരി, അപ്പോൾ ഈ കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ നമ്മൾക്കൊന്ന് പരിചയപ്പെടണം. ഇവരൊക്കെ പ്രതീകാത്മകമായ രൂപങ്ങളാണ്. അപ്പോൾ ആരാണിവരെന്നും എന്താണിവരുടെ റോളെന്നും നോക്കാം. നോക്കൂ, ഈ പട്ടികയിൽ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാണ്. ഇവിടെ 4 പ്രധാന ശക്തികളുണ്ട്. ചുവന്ന മൃഗമെന്ന് പറയുന്നത് ഒരു ആഗോള ഗവൺമെന്റിനെയാണ്, ഒരു ലോകശക്തി. ബാബിലോണിലെ വേശ്യ എന്നത് നാശത്തിന്റെ പുത്രൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ഇനി ഈ വ്യക്തി ആ ലോക ഗവൺമെന്റിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമ്പോൾ അവൻ കടലിൽ നിന്നുള്ള മൃഗമായി മാറുന്നു. അവനെ സഹായിക്കാനായി മതനേതാക്കൾ വരുമ്പോൾ അവരെ കരയിൽ നിന്നുള്ള മൃഗം അല്ലെങ്കിൽ കള്ളപ്രവാചകൻ എന്നും വിളിക്കുന്നു. അപ്പോൾ നിങ്ങൾ നോക്കൂ, രാഷ്ട്രീയവും മതവും കൈകോർക്കുന്ന ഒരു ഭീമാകാരമായ അധികാര കേന്ദ്രത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ അധികാര ഘടനയൊക്കെ എങ്ങനെയാണ് നിലവിൽ വരുന്നത്? ഈ 42 മാസത്തെ ഭീകരമായ ഭരണം പെട്ടെന്നൊരു ദിവസം തുടങ്ങുകയല്ല. അതിന് മുന്നോടിയായി ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആ ടൈം ലൈൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു ഭയാനകമായ ടൈം ലൈനാണ്. ലോകം അക്ഷരാർത്ഥത്തിൽ തകരുകയാണ്. ആദ്യം യുദ്ധവും ക്ഷാമവും കാരണം ലോക ജനസംഖ്യയുടെ 4/1 ഇല്ലാതാകുന്നു. പിന്നാലെ ഭൂമിയിലെ 3/1 വിഭവങ്ങളും നശിക്കുന്നു, കൃഷിയും കടലും വെള്ളവുമെല്ലാം. അത് കഴിഞ്ഞിട്ടോ 5 മാസത്തോളം നീണ്ടുനിൽക്കുന്ന സഹിക്കാൻ പറ്റാത്തൊരു തരം പൈശാചിക പീഡനം. അതിനുശേഷവും തീരുന്നില്ല. ഒരു മഹായുദ്ധത്തിൽ ബാക്കിയുള്ള ജനസംഖ്യയുടെ 3/1 കൂടി കൊല്ലപ്പെടുന്നു. ഈ സമ്പൂർണ്ണ അരാജകത്വത്തിന്റെ അവസാനമാണ് നാശത്തിന്റെ പുത്രൻ ഒരു രക്ഷകനെപ്പോലെ കടന്നുവരുന്നത്. ഈ ദുരന്തങ്ങളുടെയൊക്കെ ആകെത്തുക എത്രയാണെന്നറിയാമോ? ആ 42 മാസത്തെ ഭരണം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഏകദേശം 530 കോടി ആളുകൾ മരിച്ചിട്ടുണ്ടാവാം എന്നാണ് ഈ ഉറവിടം കണക്കാക്കുന്നത്. അതായത് ലോക ജനസംഖ്യയുടെ വളരെ ചെറിയൊരു ഭാഗം മാത്രമേ പിന്നെ അവശേഷിക്കൂ. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇത്രയൊക്കെ ദുരന്തങ്ങൾ കണ്ട് എല്ലാം നഷ്ടപ്പെട്ടൊരു ജനതയുടെ മുന്നിലേക്ക് ഒരാൾ വന്ന് ഞാൻ നിങ്ങൾക്ക് സമാധാനവും സുസ്ഥിരതയും തരാം എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ദുരന്തങ്ങൾക്കെല്ലാം പിന്നിൽ അയാൾ തന്നെയാണെന്നറിയാതെ അവർ അയാളെ ഒരു രക്ഷകനായി കണ്ട് പിന്നാലെ പോകും. അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് ഈ പ്രവചനം പറയുന്നു. അങ്ങനെയാണ് ആ 42 മാസത്തെ കൗണ്ട് ഡൗൺ തുടങ്ങുന്നത്. ഒരു വശത്ത് സമ്പൂർണമായ നിയന്ത്രണം, മറുവശത്ത് അതിശക്തമായ ചെറുത്തുനിൽപ്പ്. രണ്ടും ഒരുമിച്ച് നടക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ ഈ മുദ്ര എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? ആദ്യം കള്ളപ്രവാചകൻ ചില അത്ഭുതങ്ങളൊക്കെ കാണിച്ച് ആളുകളെ വിശ്വസിപ്പിക്കും. എന്നിട്ട് മൃഗത്തിന്റെ ഒരു പ്രതിനിധിയെ ആരാധിക്കാൻ പറയും. ആരാധിക്കാത്തവരെ കൊല്ലാനാണ് കൽപ്പന. അതിനുശേഷം പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും വലതുകൈയിലോ നെറ്റിയിലോ ഒരു മുദ്ര പതിപ്പിക്കും. ഈ മുദ്രയില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും വാങ്ങാനോ വിൽക്കാനോ കഴിയില്ല, അതായത് ജീവിക്കാൻ കഴിയില്ല. ഇതൊരു ചിഹ്നം മാത്രമല്ല, ഒരു സാമ്പത്തിക നിയന്ത്രണ സംവിധാനം കൂടിയാണ്. അപ്പോൾ മനുഷ്യരുടെ മുന്നിലുള്ള തിരഞ്ഞെടുപ്പ് വളരെ ലളിതമാണ്, പക്ഷേ ഭയാനകവും. ഒന്നുകിൽ ആ മുദ്ര സ്വീകരിക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഭക്ഷണം, വെള്ളം, മറ്റാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങാം, വിൽക്കാം. പക്ഷേ നിങ്ങൾ മൃഗത്തെയും അവന്റെ പ്രതിമയെയും ആരാധിക്കണം. അല്ലെങ്കിൽ ആ മുദ്ര നിരസിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല, ആരാധിക്കാൻ വിസമ്മതിച്ചാൽ മരണമുറപ്പാണ്. അതിജീവനമോ അതോ വിശ്വാസമോ? ഇതാണ് ചോദ്യം. എന്നാൽ ഇത് വെറുമൊരു പീഡനത്തിന്റെ മാത്രം കഥയല്ല. മറുവശത്തെ ശക്തമായൊരു ചെറുത്തുനിൽപ്പുമുണ്ട്. 2 പ്രധാന ശക്തികളാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഒന്ന്, 2 സാക്ഷികൾ. അവർ 42 മാസവും ഈ മുദ്രയ്ക്കെതിരെ പ്രവചിക്കുകയും വിശ്വാസികളെ സംരക്ഷിക്കുകയും ചെയ്യും. 2, 1,44,000 പേർ എന്നറിയപ്പെടുന്ന ദൈവത്തിന്റെ സൈന്യം. അവർ മൃഗത്തിന്റെ ശക്തികളുമായി നേരിട്ട് യുദ്ധം ചെയ്യുകയും അവരെ തകർക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ 42 മാസമെന്നു പറയുന്നത് ഒരു യുദ്ധക്കളമാണ്. ഒരു വശത്ത് മൃഗത്തെ ആരാധിക്കുന്നവരും മറുവശത്ത് ചെറുത്തു നിൽക്കുന്നവരും. ഒരേ സമയം കൊലപാതകങ്ങളും വിശ്വാസത്യാഗവും, എന്നാൽ അതിനിടയിൽ തന്നെ ദൈവികമായ സംരക്ഷണവും വലിയ പോരാട്ടങ്ങളും നടക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ആത്മീയവും ഭൗതികവുമായ ഒരു ലോകമഹായുദ്ധം. ശരി, അപ്പോൾ ഈ 42 മാസത്തെ തീവ്രമായ പോരാട്ടങ്ങൾക്ക് ശേഷം എന്ത് സംഭവിക്കും? കഥ ഇവിടെ തീരുമോ? നമുക്ക് നോക്കാം.
ഇവിടെയാണ് കഥയിലൊരു വലിയ ട്വിസ്റ്റ് വരുന്നത്. ആരെയാണോ ലോക സർക്കാർ ഇത്രയും കാലം പിന്തുണച്ചത്, ആ നാശത്തിന്റെ പുത്രനെതിരെ അവർ തന്നെ തിരിയുന്നു. ചുവന്ന മൃഗമെന്നു പറയുന്ന ആ ലോകശക്തി തങ്ങളുടെ നേതാവിനെ തന്നെ നശിപ്പിക്കുന്നു. അധികാരം പങ്കുവെക്കുന്നതിൽ വരുന്നൊരു തകർച്ചയായിരിക്കാമിത്. അതിനുശേഷമാണ് വിശ്വസ്തതയ്ക്കുള്ള പ്രതിഫലം വരുന്നത്. ആ 42 മാസക്കാലം മൃഗത്തിന്റെ മുദ്ര സ്വീകരിക്കാതെ വിശ്വാസത്തിനു വേണ്ടി മരണം വരിച്ച രക്തസാക്ഷികളുണ്ടല്ലോ, അവരെല്ലാം യേശുവിന്റെ വരവോടുകൂടി ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് ഈ പ്രവചനം പറയുന്നത്. അതുകൊണ്ട് കാര്യങ്ങളൊരു ക്ലൈമാക്സിലേക്ക് എത്തുകയാണ്. ഈ ഉറവിടത്തിലെ ഒരു വാചകം ഇതാണ്: നശിപ്പിക്കപ്പെടാനുള്ള മൃഗവും അതിനെ നശിപ്പിക്കാനുള്ള 1,44,000 പേരും തയ്യാറായി കഴിഞ്ഞു. ഇപ്പോൾ അവസാനത്തെ ആഴ്ച ആരംഭിക്കുന്നു. അതായത് അവസാനത്തെ പോരാട്ടത്തിനുള്ള കളമൊരുങ്ങി. ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരു ചോദ്യം ബാക്കിയാവുന്നുണ്ടല്ലേ? ഒരു വശത്ത് സമ്പൂർണ്ണ നിയന്ത്രണം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു ശക്തി, മറുവശത്ത് ജീവൻ കൊടുത്തും അതിനെ ചെറുക്കുന്ന ഒരു കൂട്ടം. എന്തിനാണ് ഇത്ര വലിയൊരു സംഘർഷം പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്? ഇതിൻ്റെയെല്ലാം ആത്യന്തികമായ ലക്ഷ്യം എന്തായിരിക്കും? ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കിവെച്ചാണ് ഈ പ്രവചനം അവസാനിക്കുന്നത്.